ജിത്തു മാധവൻ എഴുതിയിട്ടുള്ള സിനിമകളിലേക്ക് നോക്കിയാൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ മെന്റൽ ഹെൽത്ത് സിനിമയുടെ പ്ലോട്ടിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഫാക്ടർ ആകുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അർജുൻ അശോകൻ അവതരിപ്പിച്ച രോമാഞ്ചത്തിലെ കഥാപാത്രവും ആവേശത്തിലെ രംഗണ്ണനുമൊക്കെ ഒരുതരം ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നത് ആ സിനിമകളുടെ സ്റ്റോറിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ജിത്തു മാധവൻ രചനയും ശ്രീജിത് ബാബു സംവിധാനവും നിർവഹിച്ചിട്ടുള്ള പൈങ്കിളി എന്ന പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ മെന്റൽ ഹെൽത്തിനെ ചുറ്റിപ്പറ്റി തന്നെ നിന്നുകൊണ്ട് ഹ്യൂമർ ഉപയോഗിച്ച് ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന പരിപാടി റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഫാക്ടർ വളരെ ഒബ്വിയസ് ആണ്. പോരാത്തതിന് കോമഡി കാണിക്കാനായിട്ടുള്ള ഭാഗങ്ങളിൽ പടം വല്ലാതെ കടിച്ചു തൂങ്ങുന്നുണ്ട്. ഡയലോഗ് ഹ്യൂമർ നമ്മളെ പടം ബോറടിക്കാതെ കാണാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് എളുപ്പത്തിൽ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് കഥയിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സുഗു സുജിത് കുമാറാണ് നമ്മുടെ നായകൻ. ക്രിഞ്ച് സാഹിത്യം ഫേസ്ബുക്കിൽ ഇട്ടാൽ വളരെ കൂളാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഓൾഡ് സ്കൂൾ ന്യൂ ജനറേഷനാണ് സുഗു. ഒരു ഘട്ടത്തിൽ സുഗു ഒരു പ്രശ്നത്തിൽ ചെന്നുപെടുകയും ഒരു വ്യാജ മെന്റൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടി വരികയും ചെയ്യുന്നു. ഏതാണ്ട് അതേസമയം ഷീബ ബേബി എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഇയാളുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടുകാർ ഉറപ്പിക്കുന്ന കല്യാണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടുക എന്ന സ്ഥിരം പണിയുള്ളയാളാണ് ഷീബ. സുഗുവിന്റെയും ഷീബയുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സിനിമയിൽ പിന്നീട് കാണുന്നത്. ആവേശം പോലൊരു സിനിമ നോക്കുകയാണെങ്കിൽ അതിൽ രംഗണ്ണന് ആ പയ്യന്മാർ എന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ആ കഥ ഒന്നുകൂടെ നോക്കുമ്പോൾ അയാൾ കാണിച്ചു കൂട്ടുന്ന പലതിനും ഒരു അർത്ഥമുണ്ട്. പൈങ്കിളിയിലേക്ക് വരുമ്പോൾ സുഗുവും ഷീബയും അനുഭവിക്കുന്ന ഒരുതരം ഒറ്റപ്പെടൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയാൽ സിനിമ ഒരുപക്ഷെ താഴോട്ട് പോകുമെന്ന പേടി കാരണം ഇമോഷണൽ ആയ സ്ഥലങ്ങളിൽ പോലും ഹ്യൂമറിന്റെ അതിപ്രസരം കാണാൻ പറ്റും. സുഗുവും ഷീബയും തമ്മിൽ സിനിമയുടെ അവസാനം നടക്കുന്ന ഒരു ഷോ ഡൗണും അവസാനത്തേക്ക് വരുമ്പോൾ സുഗു ചെയ്യുന്ന ത്യാഗവും ഒന്നും ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം കഥാപാത്രങ്ങളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന മൊമെന്റുകൾ കഥയിലില്ല എന്നത് തന്നെയാണ്. സജിൻ ഗോപു അവതരിപ്പിച്ചിട്ടുള്ള തമാശ കഥാപാത്രങ്ങളും റഫ് കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രം സത്യം പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഒരു നല്ല ബാലൻസ് ആണ്. ഈ കഥാപാത്രത്തിന് ജിത്തു മാധവൻ ഉദ്ദേശിച്ചിട്ടുള്ള എക്സെൻട്രിസിറ്റി ക്രാക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എഴുത്തിലും എക്സിക്യൂഷനിലും ഓവറായി പോയിട്ടുള്ള ഭാഗങ്ങളിൽ പോലും സജിൻ ഗോപു സാമാന്യം നല്ല രീതിയിൽ തന്നെ ആ സീനിനെ മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി. ക്യാരക്ടർ എക്സെൻട്രിക് അല്ലാത്ത ഭാഗങ്ങളിൽ അനശ്വര രാജന്റെ സ്വാഭാവികമായിട്ടുള്ള പെർഫോമൻസ് കഥാപാത്രത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഷീബ ബേബിയുടെ പ്രത്യേക സ്വഭാവം കാണിക്കാൻ വേണ്ടി കഥയിൽ വരുന്ന മൊമെന്റുകളിൽ പെർഫോമൻസ് ചെറുതായിട്ട് പാളുന്നുണ്ട്. സജിൻ ഗോപുവും അനശ്വരയും ഒരുമിച്ചിട്ടുള്ള സീനുകളിൽ ഈ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ആവേശത്തിലുണ്ടായിരുന്ന റോഷൻ ഷാനവാസ് ഈ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചന്തു സലീം കുമാറും പുള്ളിയെ ഏൽപ്പിച്ച കഥാപാത്രത്തെ വൃത്തിയിൽ ചെയ്തു. കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ജിസ്മ വിമൽ അരങ്ങേറ്റത്തിൽ സാമാന്യം നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഉള്ളിലെ എല്ലാ ദേഷ്യവും തന്നെ ഏൽപ്പിച്ച കഥാപാത്രത്തിലേക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി ചാനൽ ചെയ്തിട്ടുണ്ട്. അബു സലീമിനൊരു തമാശ കഥാപാത്രത്തെയാണ് സിനിമയിൽ ലഭിച്ചത്. സുഗുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ച നടി മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. ഈ സിനിമയുടെ ഹ്യൂമറിന്റെ പിച്ച് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. പടത്തിന്റെ ട്രെയിലർ വന്ന സമയത്ത് പലരും ഓവർ ആക്ടിംഗ് എന്ന രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സിനിമയുടെ സബ്ജക്റ്റിന്റെ സ്വഭാവം കുറച്ച് ലൗഡായിട്ടുള്ള പ്രസന്റേഷൻ ആവശ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷെ എനിക്കതിലൊരു പ്രശ്നമായിട്ട് തോന്നിയത് പടം കുറച്ചധികം സമയം ഈ ഒരു ലൗഡ് സോണിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം ഒരു സീൻ ലൗഡായി തുടരുമ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളുടെയും റിയാക്ഷനുകളും ഒരു രാത്രി കൊണ്ട് മാറുന്ന ആറ്റിറ്റ്യൂഡും ഒന്നും അങ്ങോട്ട് വർക്കാകുന്നില്ല. ഡയലോഗ് ഹ്യൂമർ നമ്മളെ ഈ സ്ഥലങ്ങളിലൊക്കെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ഹ്യൂമറോ കഥയുടെ ഒരു പ്രത്യേകതയോ അല്ല നമ്മളെ അവിടെ ആകർഷിക്കുന്നത്. ഒരു സിനിമയാകാൻ യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു സൃഷ്ടിയായിരുന്നു പൈങ്കിളി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വളരെ യുണീക്ക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും ആ കോൺഫ്ലിക്റ്റുകളുള്ള കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് ഹ്യൂമറസ് ആയ ഒരു കഥ പറയാൻ ശ്രമിക്കുന്നതുമെല്ലാം ഓൺ പേപ്പർ കുഴപ്പങ്ങളില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എളുപ്പത്തിൽ പാളിപ്പോകാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള തീമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹ്യൂമർ ഉപയോഗിച്ച് കാര്യങ്ങൾ എൻഗേജിങ് ആക്കാൻ നോക്കി പാളിപ്പോയ ഒരു ശ്രമമാണ് പൈങ്കിളി. ഇതായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്